ഭർത്താവിനൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾക്കിടയിൽ എപ്പോഴാണ് മുറിക്ക് പുറത്ത് ഒരൊച്ച ലത കേൾക്കുന്നത്? അവൾക്കൊരു സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ്റെ അരികിൽ നിന്നും അടർന്നെഴുന്നേറ്റ് കീഹോളിലൂടെ പുറത്തേക്ക് നോക്കി. ഊഹം തെറ്റിയില്ല. പ്രതീക്ഷിച്ച ആള് തന്നെ. അവളുടെ ആ പ്രവൃത്തി കണ്ടുകൊണ്ട് ഭർത്താവ് ഹരി മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്തായി കാണിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് തെറ്റിയില്ല. സംശയമുണ്ടെങ്കിൽ വന്ന് നോക്ക്. അവൾ അത്രയും പറഞ്ഞപ്പോൾ ഹരി അവിടേക്ക് പോയ ശേഷം കീഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. മുൻപിൽ സ്വന്തം അച്ഛൻ. ഞാൻ ഫോണിലൂടെ പറയുമ്പോൾ ഹരിയേട്ടൻ വിശ്വസിച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ ഇങ്ങനെ മുറിക്ക് പുറത്ത് വന്ന് നിൽക്കും. ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടാ ഞാൻ ഡ്രസ്സ് പോലും മാറാറുള്ളത്. അവൾ മുറി തുറക്കാൻ തുടങ്ങിയ ശബ്ദം കേട്ടപ്പോൾ തന്നെ പുറത്ത് നിൽക്കുന്ന ആള് ഓടുന്ന പദചലനം കേൾക്കാമായിരുന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ ഹരിയേട്ടാ, ഇതാണ് സത്യം. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതലേ ഞാൻ അനുഭവിക്കുന്നതാണ് ഈ പ്രശ്നം. ഒരച്ഛൻ്റെ വാത്സല്യത്തോടെയല്ല നിങ്ങളുടെ അച്ഛൻ എന്നെ നോക്കുന്നത്, മറിച്ച് കണ്ണുകളിൽ മുഴുവൻ കാമം നിറച്ച അയാൾക്ക് വേറെ സൂക്കേടാണ്. ലത, ഒരു താക്കീത് പോലെ ഹരി വിളിച്ചു കൂവണ്ട. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ഗുജറാത്തിലേക്ക് തിരിച്ചു പോയ അന്ന് മുതൽ തുടങ്ങിയതാ എൻ്റെ പുറകെയുള്ള നിങ്ങളുടെ അച്ഛൻ്റെ സ്നേഹപ്രകടനങ്ങൾ. മരുന്ന് കൊടുക്കാൻ കുഴമ്പിടാനാണെന്നും പറഞ്ഞ് എന്നെ മുറിയിലേക്ക് വിളിപ്പിക്കും. കാല് തടവിപ്പിച്ച് മുകളിൽ വരെ തടവാൻ പറയും. ഒരു ദിവസം അങ്ങനെ സ്വകാര്യ ഭാഗം കാണിക്കുക വരെ ചെയ്തു. അവിടുന്ന് ഭയന്ന് ഓടി ഞാൻ അടുക്കളയിലെത്തിയപ്പോൾ അമ്മ അവിടെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ചെന്ന് ചോദിച്ചു, എല്ലാവരോടും സമൃദ്ധമായിട്ട് കള്ളം പറയാൻ നിങ്ങളുടെ അച്ഛന് കഴിവുണ്ടല്ലോ, അതുകൊണ്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും എന്ന് വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. രാത്രി പുറത്തു നിന്ന് നമ്മൾ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ കേൾക്കുന്നതാ അച്ഛൻ്റെ പ്രധാന ഹോബി. ഒരു ദിവസം എന്നോട് ചോദിച്ചത് എന്താണെന്ന് ഹരിയേട്ടന് അറിയോ? എന്താ? അവൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അവൾ ആ കാര്യം ഓർമ്മയിലേക്കെടുത്തു. മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ മാറിടത്തിലേക്ക് അയാളുടെ നോട്ടം പോകുന്നത് അവൾ കണ്ടത്. അതുകൊണ്ട് തന്നെ മാറിടത്തിൽ നന്നായി അമർത്തി പിടിച്ചാണ് മുറ്റം തൂത്തത്. കഴിഞ്ഞപ്പോഴാണ് അയാൾ വരുന്നത് കാണുന്നത്. മോളെ, ഹരി വിളിക്കാറില്ലേ? അവൾക്ക് അരികിലേക്ക് വന്ന് അവളുടെ മാറിടം കൈകളിൽ തൊടുന്ന രീതിയിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾക്കരികിൽ നിന്നും അല്പം മാറി നീങ്ങി നിന്നാണ് അവൾ മറുപടി പറഞ്ഞത്. ഇന്നലെ കൂടി വിളിച്ചിരുന്നു. ഫോണിൽ കൂടി നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ മോക്ക്? അവനോട് പറഞ്ഞൂടെ അവിടേക്ക് മോളെ കൊണ്ടുപോകാൻ? അതിന് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റിയ വീടൊന്നും കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ നേരിട്ട് ചെയ്യുന്നതിനേക്കാൾ സുഖം ഉണ്ടായിരിക്കുമല്ലേ വീഡിയോ കോളിന്? സുഖമോ? അച്ഛൻ ഉദ്ദേശിച്ചത് എന്താണ്? അല്പം രൂക്ഷമായി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആൾ പോകുന്നത് കണ്ടു. അച്ഛൻ്റെ ആ പ്രവൃത്തി കൂടി അറിഞ്ഞതോടെ വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു ഹരി. തൻ്റെ സ്വന്തം അച്ഛൻ മകളെപ്പോലെ കാണേണ്ട തൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ കുറച്ചു മുമ്പ് തൊട്ടു മുൻപിൽ കണ്ട ദൃശ്യം അവിശ്വസിക്കാനും കഴിയുന്നില്ല. എനിക്ക് നല്ല പേടിയാണ്. ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞില്ലേ, ഇത്തവണ വരുമ്പോൾ ഹരിയേട്ടൻ്റെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമെന്ന്. ഇത് തന്നെയാ കാര്യം. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അച്ഛൻ ഇത്തിരി സൂക്കേട് കൂടുതലാണ്. പറയാതിരിക്കുന്നത് എങ്ങനെയാ? അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും വയ്യ, കാലുവേദന, കൈവേദന. അമ്മ എപ്പോഴും ആശുപത്രി തന്നെയാണെന്ന് പറയുന്നതാണ് സത്യം. ഇവിടെ പലപ്പോഴും ഞാനും അച്ഛനും മാത്രമാകുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും. നല്ലൊരവസരം കിട്ടിയാൽ നിങ്ങളുടെ അച്ഛൻ എന്നെ കയറി പിടിക്കാനും മടിക്കില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഇത്തവണ കൂടെ കൊണ്ടുപോകണം. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അച്ഛൻ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട ശീലങ്ങളൊക്കെ എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞെട്ടലോടെ ഹരി പറഞ്ഞു. അത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. ഇതിലും ചീപ്പായി നിങ്ങളുടെ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതറിഞ്ഞ നിങ്ങൾ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഹരി പേടിയോടെ ചോദിച്ചു. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഇന്നർ വേഴ്സിൽ പലതും കാണാതെ പോകുന്നത് ശ്രദ്ധിച്ചു. ഒരു ദിവസം ഞാൻ എന്തോ ആവശ്യത്തിന് അച്ഛൻ്റെ മുറിയിൽ കയറിയപ്പോൾ അവിടെ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നീ പറയുന്നത് അച്ഛൻ അത്രയ്ക്ക് തരം താഴ്ന്നുവെന്നാണോ? എനിക്കറിയില്ല. നിങ്ങളുടെ അച്ഛൻ എന്തോ പ്രശ്നമുണ്ട്. ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ചിലപ്പോൾ പ്രായമാകുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. അച്ഛനോട് ഈ കാര്യത്തെപ്പറ്റി എങ്ങനെ സംസാരിക്കുമെന്ന് അറിയുമായിരുന്നില്ല. അവനൊന്നും മിണ്ടാതെ മുറിക്ക് പുറത്തേക്ക് നടന്നു. അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ സോഫയിൽ ഇരിക്കുകയാണ് അച്ഛൻ.
അമ്മ എവിടെ? അവൾ ആശുപത്രിയിലോ മറ്റോ പോയി. പ്രഷറോ മറ്റോ നോക്കാനാണെന്ന് പറഞ്ഞു. നന്നായി. എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാനുണ്ട്. അയാളുടെ മുഖത്തെ പരുങ്ങൽ വ്യക്തമായി തന്നെ ഹരി കണ്ടു. എന്താടാ? എന്താണെന്ന് അച്ഛനിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കുറച്ചു മുമ്പ് ഞങ്ങളുടെ മുറിയുടെ വാതിക്കൽ നിന്നും ഓടിപ്പോകുന്ന അച്ഛനെ ഞാൻ കണ്ടു. അതുമാത്രമല്ല, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി അച്ഛൻ എന്താ മറുപടി പറയാനുള്ളത് എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. സ്വന്തം മോളെപ്പോലെ കരുതേണ്ട മരുമകളോട് ഇത്രയും തരം താണ രീതിയിൽ പെരുമാറാൻ അച്ഛൻ എങ്ങനെ സാധിച്ചു? ഇവിടെ നിൽക്കാൻ പോലും അവൾക്ക് ധൈര്യമില്ല എന്നാണ് അവൾ പറയുന്നത്. ഞാൻ അച്ഛനെ വിശ്വസിച്ച് എൻ്റെ ഭാര്യ ഇവിടെ നിർത്തിയിട്ടല്ലേ പോയത്. ഞാനില്ലാത്ത സമയത്ത് അവൾക്ക് കൂട്ടുകിടക്കാൻ നോക്കുകയാണോ അച്ഛൻ ചെയ്യേണ്ടത്? സ്വന്തം മകനും മരുമകളും ഫോണിൽ കൂടി എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നും ഓറൽ സെക്സ് ചെയ്യുന്നുണ്ടോ എന്നും ആണോ അച്ഛൻ അറിയേണ്ടത്? ഹരി, അയാൾ തകർന്നതുപോലെ വിളിച്ചു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒരു മണൽത്തരിയോളം ചെറുതായിട്ട് നിൽക്കുകയാണ് അച്ഛൻ കാരണം. അവൾ എണ്ണി എണ്ണി പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ട് ഞാൻ ഇല്ലാതാവുകയാണ് അച്ഛാ. അച്ഛൻ എവിടുന്ന് ഇത്രയും മോശമായ സ്വഭാവം കിട്ടിയത്? എന്താ അച്ഛൻ്റെ പ്രശ്നം? സ്വന്തം മോളെപ്പോലെ കാണേണ്ട മരുമകളെ ഇങ്ങനെ നോക്കാനും മാത്രം അധപ്പതിച്ചു പോയോ എൻ്റെ അച്ഛൻ? എനിക്ക് മനസ്സിലാവാതെ ചോദിക്കുകയാണ്. അതോ അവളൊന്നും എന്നോട് പറയുന്നില്ലെന്നും അച്ഛൻ്റെ താല്പര്യങ്ങൾക്കൊക്കെ വഴങ്ങിത്തരുമെന്നും അച്ഛൻ കരുതിയതാണോ? നിങ്ങൾ അച്ഛനെന്ന് വിളിക്കാൻ തന്നെ എനിക്ക് അറപ്പ് തോന്നുക. പിന്നെ ഞാൻ അമ്മയെ ഓർത്ത് ക്ഷമിക്കുന്നതാണ്. ഇനി മോശമായി ഇടപെട്ട അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് സൂക്കേടാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അവളെ കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ ഒന്നും എനിക്ക് അവരോട് തുറന്ന് പറയാൻ തോന്നുന്നില്ല. പക്ഷേ ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വൃത്തികേട് അവളോടുണ്ടായാൽ ഞാനൊന്നും നോക്കില്ല. അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. മോനെ, അച്ഛനോട് ക്ഷമിക്കടാ. അച്ഛന് അറിയാതെ പറ്റിയതാ. അറിഞ്ഞുകൊണ്ട് തന്നെ പറ്റിയതാണ്. ഇനി അതേപ്പറ്റി കൂടുതൽ ന്യായീകരണങ്ങളൊന്നും പറയണ്ട. എന്താണെങ്കിലും ഞാൻ പോകുമ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ ഭാര്യയും കാണും. അച്ഛനും അമ്മയും ഇനി തൽക്കാലം തന്നെ താമസിക്കും. പ്രായമായ അച്ഛനും അമ്മയും ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് പോയത്. അപ്പോൾ അച്ഛൻ്റെ ആവശ്യം അതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇനി കുറച്ചു കാലം തന്നെ ജീവിക്ക്. കൂട്ടിന് അവളുടെ കുറച്ച് ഇന്നവേഴ്സും ഉണ്ടല്ലോ കയ്യിൽ. അത്രയും പറഞ്ഞ് മകൻ പോകുമ്പോൾ നാണം കെട്ട് നിന്നു പോയിരുന്നു ആ അച്ഛൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.